ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. കുഞ്ഞു നാളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയായിരുന്നു, എൻ്റെ മമ്മിയായിരുന്നു. ഞാൻ മമ്മീന്നാണ് വിളിക്കുന്നത് കേട്ടോ. അയ്യോ എൻ്റെ മമ്മിയെ എന്ത് സുന്ദരിയാ, എൻ്റെ മമ്മീയുടെ ഡ്രസ്സ് സാരികളൊക്കെ കൊടുത്ത് കളിക്കുക. എൻ്റെ മമ്മീൻ്റെ മണം, എൻ്റെ മമ്മീനെ കാണാതിരിക്കാൻ വയ്യ, എൻ്റെ മമ്മീനെ കെട്ടിപ്പിടിച്ചുറങ്ങണം. ഇങ്ങനെയായിരിക്കും മിക്ക ചൈൽഡ്ഹുഡ് ടൈമിൽ നമ്മൾ അല്ലേ അമ്മമാരുടെ പിറകെ ഇങ്ങനെ മണത്ത് നടക്കും. എവിടെ പോയാലും അമ്മ 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 അമ്മ. പക്ഷേ കുറച്ച് എനിക്കൊരു ടീനേജൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 14-13 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എന്താണ്, എന്ത് ശല്യമാണ് നിങ്ങൾ, എന്തിനാ 24 മണിക്കൂർ എൻ്റെ പിറകെ നടക്കുന്നത്? വേറെ ജോലിയൊന്നുമില്ലേ? എപ്പോഴും എന്നെ എന്തിനു ഫോളോ ചെയ്യുന്നത്? എനിക്കൊന്നും ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഇങ്ങനെ എൻ്റെ പിറകെ നടക്കുന്നത്? ഇതൊക്കെയാണ്, ഇങ്ങനത്തെ ടോക്സാണ്. പിന്നെ പറയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലഞ്ച് ബോക്സൊക്കെ കണ്ടിട്ടുണ്ടോ, എന്ത് വെറൈറ്റിയാണ് എൻ്റെ അവരുടെ അമ്മമാർ കൊടുക്കുന്നത്, നിങ്ങൾക്ക് എന്ത് തേങ്ങയാണ് ഉണ്ടാക്കാറിയുക? ഇങ്ങനെ പറയും. കുറച്ചൊക്കെ കഴിഞ്ഞൊരു 18-19 വയസ്സൊക്കെ ആയപ്പോൾ കുറച്ച് വലിയ കുട്ടിയൊക്കെ ആയല്ലോ. അപ്പം ഇങ്ങനെ പറയും, നിനക്കത് തേങ്ങയാൻ അറിയാമെന്നുള്ളത്. ഞാൻ ലോകം കണ്ടിട്ടുള്ള വ്യക്തിയാണ്, ഞാൻ ഇത് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, ഞാൻ അത് പാസ്സായ വ്യക്തിയാണ്, എനിക്ക് കൂടുതൽ കാര്യവിവരങ്ങൾ അറിയാം, നിങ്ങൾക്ക് എന്ത് തേങ്ങയാൻ അറിയാമെന്നുള്ളത് ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ടോ ഒരു 21-22 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് നമ്മൾ അവരുമായിട്ടൊക്കെ കുറച്ച് അടിയും ഇടിയൊക്കെ കൂടും. എല്ലാം കാര്യവിവരങ്ങളായി. പിന്നെ കുറച്ച് ജോലി ഭാരമൊക്കെ തലയിലേക്കുന്നു. അങ്ങനെ വീട് വിട്ട് മാറി നിൽക്കുന്നു. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും ആണ് നമ്മൾ കുറച്ചുകൂടെ, അതായത് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്നു. കോക്കോ ഫുഡ് അവിടെ കിട്ടുന്ന, ചിലപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഫുഡായിരിക്കാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആ പ്ലേസിൽ നിൽക്കുന്ന ഫുഡായിരിക്കാം. അതൊക്കെ തിന്ന് നമ്മളവിടെ കഴിച്ച് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്താണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, നമ്മളെ വീട് എന്തെന്ന് നമ്മൾ മിസ് ചെയ്യുന്നു, നമ്മളെ വീടിനെ മിസ് ചെയ്യുന്നു, നമ്മുടെ അമ്മേനെ മിസ് ചെയ്യുന്നു. അങ്ങനെ ഗൈസ്. അപ്പം അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു 26-28 ഒരു 30 വയസ്സ് ആകുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വേറൊരു കുടുംബത്തിൽ പോയി കയറുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ സത്യം പറഞ്ഞാൽ സ്റ്റണ്ട് കൂടുന്നത്, ഞാൻ പോരാളി ഇപ്പം എൻ്റെ അടുത്ത് യുദ്ധത്തിന് വരുന്നില്ലല്ലോ. പണ്ട് എന്തെടുത്ത് കഴിഞ്ഞാലും അങ്ങനെ കലഹം ഇങ്ങനെ കലഹം എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി വരും. ഇപ്പോൾ പോരാളിക്ക് അങ്ങനെ അതിനുള്ള ഇതില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും വല്ലാണ്ട് മിസ് ചെയ്യുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്ന ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയുടെ ഫുഡാണ്. അത്രയ്ക്ക് അടിപൊളി ഫുഡായിരുന്നു. ഈ ലോകത്തിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് പോലെ വേറെ ഒന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ തന്നെയാണോ ഗൈസ് കഴിഞ്ഞു പോയത്? അപ്പം ഇതൊക്കെയാണ് നമ്മളെ റിയാലിറ്റി. അമ്മയുള്ള സമയത്ത് അമ്മയുടെ വില അറിയാവുള്ളൂ. അപ്പോൾ ഉള്ള സമയത്ത് അവർ നന്നായിട്ട് സ്നേഹിക്കുക, സ്നേഹം കൊടുക്കുക, അതൊക്കെ തന്നെയാണ്. അമ്മയുടെ അടുത്ത് അടി ഉണ്ടാക്കണ പോലെ, അല്ലെ അമ്മേനെ പറയണ പോലെ നമുക്ക് വേറൊരാളെ പറയാൻ പറ്റില്ല. അമ്മ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കയറി ചെല്ലാം, ഇറങ്ങിപ്പോവുക എന്ന് പറയുന്നത് നമ്മളെ സേഫ് പ്ലേസാണ്. അതാണ്. അതുകൊണ്ട് പല അടികളും അല്ലെങ്കിൽ അമ്മ നമ്മളെ അടുത്ത് പറഞ്ഞു തന്ന എല്ലാം ശരികളായിരുന്നു എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നു. അന്ന് നമ്മളത് തെറ്റിദ്ധരിച്ചിരുന്നു, പക്ഷേ ഇന്ന് മനസ്സിലാക്കുന്നു അമ്മ നമ്മളെ ശകാരിച്ചതും നമ്മളെ നേർവഴി കാണിച്ചു തന്നതൊക്കെ നല്ലതാണ് എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ ബൈ.